നമസ്കാരം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനത് വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയിൽ നടക്കുന്ന ഒരു ചെറിയ അനീതിയെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ പള്ളി ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്, ഫാഷനായി മാറിയിരിക്കുകയാണ്. എല്ലാ ഇടവകളിലും വലിയ കുഴപ്പമില്ലാത്ത ദേവാലയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചില വൈദികർ അവിടെ കാലുകുത്തി കഴിയുമ്പോൾ ഈ വൈദികർക്ക് മനസ്സിലൊരു കുരുട്ടുകുത്തി വരും. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ കുറച്ച് പണം ഉണ്ടാക്കണം. അപ്പോൾ ഇവനൊരു ഐഡിയ കണ്ടുപിടിക്കും. അപ്പോൾ ഇടവകയിൽ 3-4 കൈക്കാരന്മാരുണ്ടാവും. അപ്പോൾ ഇവരെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ അച്ഛൻ പറയും, നമുക്ക് ഈ പള്ളി ഒന്ന് പൊളിച്ചാലോ, ഒരു പുതിയ പള്ളി ഉണ്ടാക്കട്ടെ. ജനങ്ങളുടെ കുത്തി പിഴിഞ്ഞുണ്ടാക്കി വെച്ചൊരു പള്ളിയായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവന്മാരെല്ലാം കൂടെ ഒരു ഗൂഢാലോചന നടത്തി ഒരു പള്ളിപണി ആരംഭിക്കും. എന്നിട്ട് വിശ്വാസ സമൂഹത്തോട് പിരിക്കാൻ തുടങ്ങും. സത്യത്തിൽ ഇതിനകത്ത് വലിയൊരു തട്ടിപ്പുണ്ട്. ഈ വിശ്വാസികളായിട്ട് രാവിലെയും ഇരുട്ട് തേറ്റ് പോകുന്ന ഈ വിശ്വാസികളുണ്ടല്ലോ, ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇപ്പോൾ ഇവരുടെ വിചാരം ഈ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാം ആവും എന്നുള്ള രീതിയിൽ അച്ഛൻ പറയുന്നത് കേട്ട് എല്ലാം അങ്ങ് ചെയ്തു കൊടുക്കും. സത്യം പറഞ്ഞാൽ ഈ പള്ളി പണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണെന്നറിയോ, ഇവർക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം. ഈ അച്ഛന് കുറച്ച് കൈക്കാരും ഉണ്ടാവും. അപ്പോൾ സാധനം മേടിക്കുന്നിടത്ത് ഇവരൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. ഈ കോൺട്രാക്ടർമാർക്ക് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. സത്യത്തിൽ പള്ളി ഉണ്ടാക്കി ജനങ്ങളെ സേവിക്കുക, നന്നാക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. ഒരു പള്ളി കുത്തി പൊളിച്ച് ഇപ്പോൾ 10 കോടീൻ്റെ ഒരു പള്ളി അവിടെ പണിയുന്നെങ്കിൽ അത് ഒരു 6-7 കോടിക്ക് തീർത്ത് കഴിഞ്ഞാൽ ബാക്കി പൈസ ഈ അച്ഛൻ്റെ കയ്യിലായിരിക്കുക. ഈ അച്ഛൻ അതുകൊണ്ട് ആർപ്പാട് ജീവിതം നയിക്കും. അച്ഛൻ്റെ വീട്ടിലും കൂടുംപറപ്പിനും എല്ലാം ആയിട്ട് ഈ അച്ഛൻ ഈ പൈസ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ കൈക്കാരന്മാരും. സത്യത്തിൽ ഇതാണ് ഈ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനീതി. ബിഷപ്പുമാരും എല്ലാം കണക്കാ. ജനങ്ങളെ പറ്റിക്കുക, കൊള്ളയടിക്കുക, പൈസ ഉണ്ടാക്കുക, വിശ്വാസത്തിൻ്റെ പേരിൽ, കാറ്റസിൻ്റെ പേരിൽ പറ്റിയിട്ട് നടത്തുക. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഇന്നിപ്പം ഞങ്ങളുടെ ഈ തലശ്ശേരി അതിരൂപതയിൽ സാമാന്യം ഭേദപ്പെട്ട ഒരുപാട് പള്ളികളെല്ലാം ഇവർ കുത്തിപ്പൊളിക്കുകയാണ്. കുത്തിപ്പൊളിച്ചിട്ട് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, ഈ അച്ഛന്മാർക്ക് കുറച്ച് പൈസ സമ്പാദിക്കണം. അതിനാണ് പള്ളി പണിയുന്നത്. എന്നിട്ട് പേരെടുക്കുക. എന്തൊരവസ്ഥയാണ്! ബുദ്ധിയില്ലാത്ത മണ്ടന്മാരായ കുറേ വിശ്വാസികൾ ഇതിനു വേണ്ടി ഇങ്ങനെ ലക്ഷങ്ങൾ മുടക്കുകയും ചെയ്യും. ഇതിൻ്റെ സത്യാവസ്ഥ ആർക്കെങ്കിലും പിടുത്തം കിട്ടിയിട്ടുണ്ടോ? ഇവന് പേരുണ്ടാക്കണം, പള്ളി പണിയണം, ഇവനും ധനം ഉണ്ടാക്കണം, ഇതൊക്കെയാണ്. അല്ല ആത്മീയതയല്ല. ആത്മീയതയുള്ള അച്ഛന്മാരെന്ത് വീടുണ്ടാക്കി